ഇസാക്ക്, ഹോളി ആഘോഷങ്ങളിൽ ടാർപോളിൻ മൂടിയാൽ പള്ളികൾക്ക് രക്ഷ ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരം വാർത്തകൾ ഉത്തരേന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും യു.പിയിൽ നിന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം നാളെയാണ് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഹോളി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുള്ളത്. രാജ്യമെമ്പാടും ഹോളി ആഘോഷങ്ങൾ നടക്കുന്നുള്ളത്. ഈ ഹോളി ആഘോഷങ്ങൾ എന്നുള്ളത് വർണ്ണങ്ങൾ വിതറിക്കൊണ്ട് കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു ആഘോഷമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം ആഘോഷങ്ങളൊക്കെയും മുസ്ലിം സമുദായത്തിന് നേരെയുള്ള, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള, അവരുടെ മസ്ജിദുകൾക്ക് നേരെയുള്ള, അവരുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം നേരത്തെ രാമനവമിയുമായോ അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിയുമായോ ആയിട്ടുള്ള വലിയ ഘോഷയാത്രകൾ സംഘടിപ്പിക്കുകയും ആ ഘോഷയാത്രകൾ ഏതെങ്കിലും മസ്ജിദിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സ്ഥാപനങ്ങളുടെയോ അടുത്തെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ജയ് ശ്രീറാം വിളികളടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ആ മസ്ജിദുകളെയോ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളെയോ ആക്രമണിക്കുന്ന പ്രവണത കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങളായി ഉത്തരേന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു കാര്യം നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുവരെ ഈ രാമനവമിയോ അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിയോമായി ബന്ധപ്പെട്ട ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത് എങ്കിൽ ഇപ്പോഴും ഹോളി അടക്കമുള്ള ആഘോഷങ്ങൾക്കും കൂടി ഇത് ബാധകമായിരിക്കുകയാണ്. ഇപ്പോഴവിടുത്തെ ഭരണകൂടവും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ആൾക്കൂട്ടം സംഘടിച്ചുകൊണ്ട് റാലിയായി വരുന്ന സ്ഥലങ്ങളിലുള്ള മസ്ജിദുകളിലേക്ക് ടാർപോളിൻ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അഥവാ ഇത്തരം മസ്ജിദുകളെ ടാർപോളിൻ കൊണ്ട് മൂടിക്കൊണ്ടുള്ള രക്ഷപ്പെടുത്താനുള്ള നടപടിയാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നേരത്തെ തന്നെ ഉത്തർപ്രദേശിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു ജുമയുടെ സമയം മാറ്റണമെന്ന് പറഞ്ഞു. അതിനെ പിന്തുണച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് തന്നെ, അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജുമാ നമസ്കാരത്തിന് കൃത്യമായിട്ടുള്ള സമയമുണ്ട്. ആ സമയം എന്നുള്ളത് കൃത്യമാണ്. ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത് ഇവിടുത്തെ എല്ലാ വിഭാഗത്തിനും എല്ലാ അവകാശങ്ങളും എല്ലാ നീതിയും കൊടുക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിട്ടുള്ള മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ അത്തരം ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ പറയുന്നുള്ളത് നിങ്ങളുടെ ആരാധനാ നിർവ്വഹണത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ഒരു കൊല്ലത്തിൽ 52 ദിവസം ജുമ ഉണ്ടെന്നും ഹോളി എന്നുള്ളത് ഒരു ദിവസത്തെ ആഘോഷമാണെന്നും അതുകൊണ്ട് ഹോളി ആഘോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വീട്ടിലിരുന്ന് ജുമ നിർവഹിച്ചാൽ മതി എന്നുള്ള ഉത്തരം തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്താണ് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് ഈ മസ്ജിദുകളെ മൂടിയിരിക്കുന്നത്. അഥവാ ഈ ഒരു മേഖലയിൽ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ഇത്തരം സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളത് അവർ സംഘടിച്ചെത്തുകയും ഹോളി ആഘോഷങ്ങൾ അവിടെ വ്യാപകമായി സംഘടിപ്പിക്കുകയും ചെയ്താൽ പിന്നീട് അത് ഈ മസ്ജിദുകൾക്ക് നേരെയുള്ള അതിക്രമമായി മാറുമെന്ന് ഉറപ്പിക്കുകയാണ് അവിടുത്തെ പോലീസും ഭരണകൂടവും എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നേരത്തെ തന്നെ ഈ മുസ്ലിം സമുദായത്തിന് നേരെയുണ്ടായ ഈ വിദ്വേഷ പ്രചരണങ്ങളിൽ കൃത്യമായിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു ഭരണകൂടവും അതേ വിദ്വേഷ പ്രസ്താവനകൾ നേരിട്ട് നടത്തുന്ന, അതേ വിദ്വേഷ പ്രസ്താവനകൾ തങ്ങൾ തന്നെ നേരിട്ട് നിർവഹിക്കുന്ന മന്ത്രിമാർ അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. കൃത്യമായിട്ട് ഇവിടങ്ങളിൽ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നിരന്തരമായി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ ഭരണ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തെ കൃത്യമായിട്ട് ഇനി ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് ഒരിക്കൽ പോലും ഈ ഒരു വിഭാഗത്തോട് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നാളെ ഈ ഭരിക്കുന്ന ആളുകൾ, ഇത്രയും വർഗീയമായ വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്തുന്ന ആളുകൾ, ഇതിനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ
അവർ ഈ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ വിഷം ഇത് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ടാർപോളിൻ കൊണ്ട് മൂടേണ്ടി വരുന്നത്. നാളെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ അതിക്രമം നടത്തരുത്, നിങ്ങൾ ആക്രമണങ്ങൾ നടത്തരുത്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നടത്തണമെന്നും അത് മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്ന സാഹചര്യം ഇല്ലാതാക്കരുത് എന്ന് ഇവർ പറഞ്ഞാൽ പോലും കേൾക്കാൻ തയ്യാറല്ലാത്ത അത്രയും വർഗീയമായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ ഒരു ആഘോഷങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ തന്നെ നിരന്തരമായ മുസ്ലിം വിരുദ്ധ സന്ദേശങ്ങളിലൂടെ ഇവരുടെ മസ്തിഷ്കത്തിൽ അത്തരം രീതിയിലുള്ള ഈ മസ്ജിദുകളെ കാണുമ്പോൾ അത് ആക്രമിക്കപ്പെടേണ്ടവരാണ്. ഈ മുസ്ലിങ്ങളെ കാണുമ്പോൾ അവർ പശുവിനെ കശാപ്പ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് അവരെ ആക്രമമേൽക്കാൻ നിർബന്ധിതരാണ്, അവരെ ആക്രമിക്കപ്പെടേണ്ടവരാണ്, അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹരല്ല എന്നുള്ള ഒരു ചിന്താഗതി ഇത്തരം ആളുകൾക്ക്, ഈ അക്രമകാരികൾക്കും ആക്രമണ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജ്യത്ത് ഇത്തരം അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാർപോളിൻ മൂടി ഒരു സമൂഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണോ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ നടത്തേണ്ടത് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാത്തരം വിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അത് പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഭരണഘടനാ അവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയത്താൽ അത് ടാർപോളിൻ കൊണ്ട് മൂടിക്കൊണ്ട് അത് പൊതുസമൂഹത്തിന് കാണാത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഇവിടുത്തെ ഭരണകൂടവും ബന്ധപ്പെട്ട സർക്കാരുകളും ഇവിടെ നിയമനിർവഹണം നടത്തേണ്ട പോലീസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്തൊരു വിരോധാഭാസമായ സാഹചര്യമാണ് എന്ന് ചിന്തിക്കുമ്പോഴും ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ആക്രമിക്കപ്പെടാൻ ഇടയുള്ള ഒരു സമൂഹമായി വളരെയധികം അത്തരം ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കേണ്ട ഒരു സമൂഹമായി അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ അവരിൽ നിന്നും ഇത്തരം അക്രമകാരികളിൽ നിന്നും ഉണ്ടായാൽ അവരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ സംഘടിക്കുകയോ അല്ലെങ്കിൽ ആ മസ്ജിദുകളെ സംരക്ഷിക്കാൻ രംഗത്ത് വരികയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ അവിടെ ഏത് രീതിയിലുള്ള ആക്രമണങ്ങൾ ബന്ധപ്പെട്ട ഈ ആഘോഷം നടത്തുകയോ അല്ലെങ്കിൽ മസ്ജിദുകൾക്ക് നേരെയോ അതിക്രമങ്ങളോ നടത്തുകയോ ഉണ്ടായ ആളുകളിൽ നിന്നുണ്ടായാൽ പോലും പിന്നീട് സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ബുൾഡോസർ രാജുകളാണ്. അതായത് ഇതിനു മുമ്പ് ഈ രാമനവമിയോ അല്ലെങ്കിൽ ഈ ഗണേശ ഉത്സവമോ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടന്നുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ മധ്യപ്രദേശിലായാലും ഉത്തർപ്രദേശിലായാലും രാജസ്ഥാനിലായാലും കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ദിവസം തന്നെ ബന്ധപ്പെട്ട മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുൾഡോസർ രാജ് വരികയും അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും അവരെ ആക്രമിക്കപ്പെടുന്ന ആളുകളെ തന്നെ ജയിലിലടക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ വിലയിരുത്താൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിക്കുക. അങ്ങനെ ഇതിന് വലിയ പ്രശ്നങ്ങൾ ഈ മുസ്ലിം സമുദായം രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിൽ നേരിടുന്നുണ്ട്. പക്ഷെ അതിനെ അഡ്രസ്സ് ചെയ്യാനോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനോ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളടക്കം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഈ സംഭവങ്ങളൊക്കെ സഹാറൻപൂർ അടക്കമുള്ള ഉത്തർപ്രദേശിലെ സംസ്ഥാനങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതാണ് BJPക്ക് വലിയ തിരിച്ചടി കിട്ടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉള്ള സംസ്ഥാനം. SP അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെയാണ് അവിടുത്തെ ജനത വിജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും പോലും അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കുകയോ ഈ ഒരു ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മസ്ജിദുകളെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടല്ല ജനാധിപത്യത്തിൽ മതേതരത്തിനും കാവൽ നിൽക്കേണ്ടതെന്നും കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങൾ അവർക്ക് വകവെച്ചുകൊണ്ട് തന്നെ അവരുടെ മസ്ജിദുകൾക്ക് ഏതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മസ്ജിദുകളെ പൂർണ്ണമായിട്ടും രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും പറയാൻ
ഇവിടത്തെ പ്രതിപക്ഷ കക്ഷികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഇങ്ങനെയുള്ള ബഹുമുഖമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്. ഇത് തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നാളത്തെ ദിവസം ഹോളി ആഘോഷങ്ങൾ നടക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം സമുദായം ജാഗരൂകരാവേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് വലിയ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളാണ് നാളെ നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ രാജ്യമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളില്ലാതെ കടന്നു പോവാറില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള വലിയ ആശങ്കയാണ് ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുള്ളത്.